എറണാകുളം കളമശ്ശേരിയിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുകയാണ്. 10, 13, 14 എന്നീ വാർഡുകളിലാണ് മഞ്ഞപ്പിത്തം ഇതിനോടകം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതുവരെ 29 പേർക്കാണ് മഞ്ഞപ്പിത്തം ബാധിച്ചിരിക്കുന്നത്. ഏകദേശം ഈ ഭാഗത്തുള്ള ഒരുമാതിരി എല്ലാ വീടുകളിലും തന്നെ മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എത്ര പേർക്ക് ഈ ഭാഗത്ത് മഞ്ഞപ്പിത്തം ഉണ്ടായിട്ടുണ്ട്? എനിക്ക് പറയാൻ പറ്റില്ല. 29 പേർക്കെന്നാണ് നമുക്ക് നഗരസഭ പറയുന്നത്. 29 എന്നുള്ളത് ഇന്നിപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. അപ്പോൾ എത്ര ആളെന്നുള്ള കറക്റ്റ് എനിക്ക് പറയാൻ കിട്ടുന്നില്ല. ഈ ഒരുപാട് എല്ലാ വീടുകളിലും ഉണ്ടോ മഞ്ഞപ്പിത്തം? ഉണ്ട്. എന്തുകൊണ്ടാണ് ഇത് മഞ്ഞപ്പിത്തം പടരാൻ കാരണം? അത് കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളം ടെസ്റ്റ് ചെയ്യുക, വെള്ളത്തിൻ്റെ ആണോ എന്തിൻ്റെ ആണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ട മറ്റുള്ള ഉത്തരവാദികൾ പരാതിയാളികളാണ്. അല്ലാതെ ജനങ്ങൾക്കറിയാൻ പറ്റുമോ? ജനങ്ങൾക്ക് ഇത് എന്തുകൊണ്ട് സംഭവിച്ചെന്ന് പറയാൻ പറ്റില്ല. ഈ ഗുരുതരമായ അവസ്ഥയിലുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടോ? ഗുരുതരാവസ്ഥയിലൊക്കെ ഇവിടെയൊക്കെ കിടപ്പുണ്ടല്ലോ. ആശുപത്രിയിലൊക്കെ എടുക്കുന്ന ആൾക്കാരുടെ വെന്റിലേറ്ററിലേക്ക് കിടക്കണേ, വെന്റിലേറ്ററിലേക്ക് കിടക്കണമെന്ന് പറയുന്നുണ്ട്. ഈ വല്ല വിവാഹാവശ്യത്തിന് ഉപയോഗിച്ച വെള്ളമോ അല്ലെങ്കിൽ ഹോട്ടലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണോ? കറക്റ്റ് എന്ന് പറയാൻ എനിക്കറിയില്ല. ഇവിടുത്തെ കിണറുകളിലെ വെള്ളമൊക്കെ ശുദ്ധമാണോ? കിണറുകളിലെ ശുദ്ധമാണ്. അതിനൊക്കെ ഇപ്പോൾ പൊടിയും അതൊക്കെ ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ പൊടിയൊക്കെ കിട്ടും. അതായത് ഇപ്പോൾ ഈ മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ച ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഈ ക്ലോറിനേഷനൊക്കെ വന്നത്. അതെ. അതായത് ഈ വേനൽക്കാലത്തിന് മുമ്പ് ഒരു ക്ലോറിനേഷനൊക്കെ നഗരസഭ നടത്തേണ്ടതുണ്ട്, പക്ഷെ അതൊന്നും നടത്തിയിരുന്നില്ല എന്നുള്ളതാണ് അല്ലേ? വന്നിട്ടുണ്ടായിരുന്നോ ക്ലോറിനേഷനൊക്കെ? ക്ലോറിനേഷൻ വന്നത് ഇപ്പോൾ ഈ മഞ്ഞപ്പിത്തം വന്നതിന് ശേഷമാണ്. അതിനും കൂടെ ആശാ വർക്കർമാരൊക്കെ ഉണ്ടെങ്കിൽ പോലും കൃത്യമായി ക്ലോറിനേഷൻ ഒന്നും നടക്കാറില്ല. പിന്നെ മഞ്ഞപ്പിത്തം വന്നു എന്നുള്ളതിൻ്റെ ഒരു കാരണം നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഈ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ വിവിധ പ്രദേശങ്ങളിൽ കംപ്ലീറ്റ് മാലിന്യ കൂമ്പാരങ്ങളാണ്. പിന്നെ ഇവിടുത്തെ കച്ചവട സ്ഥാപനങ്ങൾ ഈ താഴത്ത് സീപോർട്ട് റോഡിലൊക്കെ പുതിയ സ്ഥാപനം അവിടെയൊക്കെ ഉള്ള ആൾക്ക് മഞ്ഞപ്പിത്തം സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഇവിടെ ഒരു പെരതാമസത്തെ പറ്റിയാണ് ആരോപിക്കപ്പെടുന്നത്. ആ പെരതാമസം നടക്കുന്നത് 17-ാം തീയതിയാണ് കഴിഞ്ഞ മാസം. അതിനു മുമ്പ് ഒരാഴ്ച മുമ്പ് ഈ പരിസരത്ത് 4 വീടുകളിൽ മഞ്ഞപ്പിത്തം ഉണ്ട്. ഈ ഇവിടുത്തെ 12, 13, 10 വാർഡുകൾ കൂടാതെ 8 വാർഡിലും മറ്റുള്ള തോഷി സമീപത്തുള്ള വാർഡുകളിലും മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവിടെ ഇതുപോലെ വെന്റിലേറ്ററിലും ഐസിയിലും കിടന്ന ആളുകളൊക്കെ അതിനകത്തുമുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ഇവിടെ 2 പേരാണ് ഐസിയിൽ ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഒന്ന് ആളുടെ പേര് നാസർ എന്നാണ്, രണ്ടാമത്തത് ഒരു സൗദ എന്ന് പറയുന്ന ഒരു ഗഫൂർ എന്ന് പറയുന്ന ഭാര്യ. അവർക്കാണ് ഇപ്പോൾ ഇത്തിരി ഇതുള്ളത്. മറ്റുള്ളവർ ഇത് പറഞ്ഞതുപോലെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പലവരും റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്നു, ചിലപ്പോൾ തിരിച്ചു പോകുന്നു. ക്ലോറിനേഷനെ ഇപ്പോൾ നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ സൂപ്പർ ക്ലോറിനേഷൻ നടത്തുവാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും വീടുകളിലൊക്കെ നടത്തിയിട്ടുണ്ടോ? സൂപ്പർ ക്ലോറിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് പൗഡർ കൊണ്ടുവരും, ഒരു ബക്കറ്റിൽ 2-3 സ്പൂൺ ഇടും, അതിൻ്റെ വെള്ളം ഒരു 4-5 മണിക്കൂർ കഴിയുമ്പോൾ ആ സാധനം എടുത്ത് അതിനകത്ത് ഒഴിക്കും. അതാണ് ക്ലോറിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഇവിടെ നടത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ക്യാമ്പ് നടന്നിരുന്നല്ലോ, ക്യാമ്പിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ക്യാമ്പിൽ പോയിരുന്നു. അവിടെ ക്യാമ്പിൽ ഈ പറഞ്ഞതുപോലെ ആ ക്യാമ്പിൽ ചോദിച്ച ചോദ്യങ്ങൾ ശരിയല്ല. ക്യാമ്പിൽ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ പെരതാമസത്തിന് പോയോ, വെള്ളം കുടിച്ചോ എന്നൊക്കെയാണ് അവിടെ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വന്നതെങ്കിൽ അവിടെ വരാത്ത ആളുകൾക്ക് ഇതിഷ്ടം പോലെ ഉണ്ട്. പിന്നെ അവിടെ നടന്ന പരിപാടി 10-60 പേരുടെ പരിപാടിയാണെങ്കിൽ അവിടെ ഇപ്പോൾ 50-40 പേർക്കാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ആളുകൾക്കൊന്നും ഇല്ല. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞങ്ങൾ 9 പേരുണ്ട്. ഞങ്ങൾക്ക് ആർക്കും തന്നെ ഇതേവരെ വന്നിട്ടില്ല. അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം വെച്ചാൽ എൻ്റെ മകൻ്റെ വീട്ടിലാണ് ഈ പെരതാമസം നടന്നത്. അപ്പോൾ അത് നമ്മൾ ആ വീട്ടിലെ കിണർ വെള്ളം പരിശോധിച്ചിട്ട് ടെസ്റ്റിന് കൊടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം അതിനകത്ത് കണ്ടെത്തുകയാണെങ്കിൽ ആ കിണറിൻ്റെ വെള്ളത്തിൻ്റെ മോശമായതുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് പറയുകയാണെങ്കിൽ അതിനൊരു സ്ഥിരീകരണം നമുക്ക് ഉണ്ടാവും. പ്രദേശവാസിയായ ഒരു ജലീൽ എന്ന് പറയുന്ന ആളോട് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വീട്ടിലെ കിണർ വെള്ളം കാക്കനാട് കൊണ്ടുപോയി ലാബിൽ പരിശോധിച്ചു, പക്ഷേ അതിൽ പ്രത്യേകിച്ച് ബാക്ടീരിയയോ പ്രശ്നങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവർ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകളുമല്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ അസുഖം വരുന്നതെന്ന് അവർക്കും അറിയാൻ കഴിയില്ല. എന്തായാലും ആരോഗ്യവകുപ്പും ഒപ്പം തന്നെ നഗരസഭയും ഇക്കാര്യത്തിൽ വേണ്ട രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തണം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് 135 പേരാണ് ഇന്ന് നടന്ന ക്യാമ്പിൽ പങ്കെടുത്തത്. ഇതിൽ 95 പേർക്കും രോഗലക്ഷണങ്ങളുണ്ട്. അത് ഹെപ്പറ്റൈറ്റിസ് A ഉണ്ടായിരുന്നു, ബിലിറൂബിൻ ഉണ്ടായിരുന്നു, ഡെങ്കു ഉണ്ടായിരുന്നു. അങ്ങനെ പല ടെസ്റ്റുകൾ 3 തരം ടെസ്റ്റുകൾ നടത്തിയിരുന്നു. ഈ 3 തരം ടെസ്റ്റുകളിൽ നടത്തിയതിൽ നിന്ന് 95 പേർക്കും സമാനമായ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. നിലവിൽ സ്ഥിരീകരിച്ചതനുസരിച്ച് 29 പേർക്കാണ് ഈ 3 വാർഡുകളിലായി മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ ക്യാമ്പുകൾ നടത്താനാണ് നഗരസഭ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സൈഫിനിസ് അലിയാർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.